ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. റോമർ 1:23 അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അന്തരംഗത്തിൽ ഈശ്വര ചിന്തയുള്ളവനായാണ് മനുഷ്യൻ പിറന്നു വീഴുന്നത്. അദൃശ്യനും അക്ഷയനുമായ ദൈവത്തെ കാലാന്തരത്തിൽ നിഷേധിച്ച മനുഷ്യൻ സൃഷ്ടാവിനെ സൃഷ്ടികളുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. അധപ്പതനത്തിന്റെ അവരോഹണ ക്രമം നോക്കുക. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. ഇതോടൊപ്പം അവന്റെ സാൻമാർഗിക ബോധവും താണു. എന്തും ചെയ്യാൻ, എങ്ങനെയും ജീവിക്കാൻ ഇന്നവൻ ഒരുക്കമാണ്. എന്നാൽ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിലേക്ക് ദൃഷ്ടി മാറ്റിയാൽ തീർച്ചയായും അക്ഷയമായ അവകാശം അവനും ലഭ്യം. സ്നേഹിത, താങ്കൾക്കും. പ്രാർത്ഥിക്കാം. മഹത്വസമ്പൂർണനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സത്യം അംഗീകരിക്കുവാൻ മനസ്സുവെക്കാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അക്ഷയനും അദൃശ്യനുമായ അങ്ങയെ അംഗീകരിച്ച് അനുഗമിക്കുവാൻ അവരെയും അവിടുന്ന് സഹായിക്കണമേ. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.